സർവീസിൽ നിന്ന് വിരമിക്കുന്ന വെളിമാനം അംഗൻവാടി ടീച്ചർ ആനീസ് എം.ജെയ്ക്കും ഹെൽപ്പർ വത്സമ്മ വർഗീസിനും വെളിമാനം നാടിന്റെ ആദരവും യാത്രയപ്പും നൽകി. ആറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി. ശോഭ പരിപാടി ഉദ്ഘാടനം ചെയ്തു. 22 വർഷം എന്ന് പറയുന്നതും 28 വർഷം എന്ന് പറയുന്നതും ഒരു സർവീസിൽ ഇരിക്കുമ്പോൾ അവരുടെ നല്ല കാലങ്ങളാണ് ഇവിടെ ചെലവഴിച്ചിട്ടുള്ളത്. നമുക്കറിയാം, അംഗൻവാടിയുടെ പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ പണ്ടുകാലങ്ങളിൽ ബാലവാടി എന്ന് പറയുന്നത് പോലെ എല്ലാം ഇപ്പോൾ അംഗൻവാടി എന്ന് പറയുന്നത്. അംഗൻവാടിയുടെ പ്രവർത്തനങ്ങൾ പണ്ട് കുട്ടികൾ ബാലവാടിയിൽ വരുമ്പോൾ അവരുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം നോക്കി അവരെ സംരക്ഷിച്ചാൽ മതിയായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത് നമുക്കറിയാം അവർ അനുഭവിക്കുന്ന വേദനകൾ, അതുപോലെ വിഷമതകൾ, എടുത്താൽ തീരാത്ത പണികൾ ഒക്കെ എന്താണെന്ന് നമുക്ക് ഇന്ന് ഈ പ്രദേശത്തിലുള്ള ഈ അംഗൻവാടി ഉൾപ്പെടുന്ന പ്രദേശവാസികൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം. നമ്മുടെ ഓരോരുത്തരുടെ വീടുകളിലുള്ള ഗർഭിണികൾ, അതുപോലെ കൗമാരക്കുട്ടികൾ, കിടപ്പിലായ രോഗികൾ, ഏതൊക്കെ വിധത്തിലുള്ള ആവശ്യങ്ങളാണോ അവർക്ക് വേണ്ടത് അതൊക്കെ നമ്മുടെ ബഹുമാനപ്പെട്ട CDP ഇവിടെ ഇരിക്കുന്നുണ്ട്. അവർ മാസങ്ങളിലുള്ള കണക്കുകളൊക്കെ ചോദിക്കുമ്പോൾ അത് കൃത്യനിഷ്ഠമായി അവരെ ആ മീറ്റിങ്ങിൽ ബോധിപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെ അനവധി തുച്ഛമായ ശമ്പളം, വേതനം മേടിച്ചുകൊണ്ട് തന്നെ ഈ കാലയളവിലൊക്കെ അവർ അതികഠിനമായ ജോലിയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. പക്ഷേ നമ്മുടെ പ്രദേശത്തിൻ്റെ വെൽഫെയർ കമ്മിറ്റി, അതുപോലുള്ള നല്ലവരായ നാട്ടുകാർ ഒക്കെ ഒരു അംഗൻവാടിയുടെ വികസനത്തിന് വേണ്ടി പ്രയത്നിക്കുന്നതിൻ്റെ ഫലമാണ് ഇന്ന് ഈ അംഗൻവാടിയുടെ ചുവർചിത്രങ്ങളും അതുപോലുള്ള ഈ അംഗൻവാടിയുടെ പരിസരങ്ങളും ഒക്കെ. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിമ്മി മാത്യു അന്തിനാട്ട് അധ്യക്ഷത വഹിച്ചു. വെളിമാനം സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച് വികാരി ഫാദർ മാർട്ടിൻ കിഴക്കേത്തലക്കൽ മുഖ്യാതിഥിയായിരുന്നു. CDPO ഷീന എം. കണ്ടത്തിൽ ഉപഹാര സമർപ്പണം നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മാർഗരറ്റ് വെട്ടിയാം കണ്ടത്തിൽ, 12ാം വാർഡ് മെമ്പർ വസന്ത മോഹൻ, 11ാം വാർഡ് മെമ്പർ പവിത്രൻ മാസ്റ്റർ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് VT തോമസ്, ICDS സൂപ്പർവൈസർ ബീന തൈക്കണ്ടി, VR രാജേഷ്, ആനീസ് എം.ജെ, വത്സമ്മ വർഗീസ്, ഡെന്നി മാത്യു എന്നിവർ സംസാരിച്ചു. ഏജനെറ്റ് ന്യൂസ്, ആറളം. ഇവിടെ ഞാൻ പറഞ്ഞപ്പം ഒരു അംഗൻവാടി ടീച്ചറിന്റെ യാത്രയപ്പ് സമ്മേളനത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ ഓരോ തലങ്ങളിൽ വരുമ്പോഴത്തേക്ക് ആദ്യമായിട്ടാണ് ഈ അംഗൻവാടി തലത്തിൽ ഒരു യാത്രയപ്പ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ഞാൻ വിചാരിച്ചൊരു അംഗൻവാടി ടീച്ചർ റിട്ടയർ ചെയ്ത് പോകുമ്പോൾ ഇത്ര വലിയ പരിപാടിയൊന്നും ആയിരിക്കണം, ചെറിയ പരിപാടിയൊക്കെ ആയി. പക്ഷെ ഇവിടുന്ന് അങ്ങോട്ട് കടന്നു പോകുമ്പോൾ ഇവിടെ കിടക്കുന്ന വാഹനങ്ങളുടെ നീണ്ട നിര കണ്ടപ്പോൾ ചേട്ടാ ഇത് ചെറിയ പരിപാടിയൊന്നും അല്ലല്ലോ. കാരണം നമുക്കറിയാം, ഒരു അംഗൻവാടി ഒരു ചെറിയ പ്രദേശത്ത് അല്ലേ, കാരണം ഒരു പഞ്ചായത്തിന് എത്രയോ അംഗൻവാടികളുണ്ട്. ഒരു സ്കൂൾ പോലെയാണ്, കുറേ ചെറിയ ചെറിയ പ്രദേശങ്ങളിലാണ് അംഗൻവാടി കുട്ടികളുടെ സൗകര്യാർത്ഥം ക്രമീകരിക്കുന്നത്. അപ്പോൾ ഒരു ചെറിയ പ്രദേശത്തെ ഈ അംഗൻവാടിയിൽ ഒന്ന് റിട്ടയർ ചെയ്ത ടീച്ചേഴ്സ് പോകുമ്പോൾ ഇത്രയേറെ ആളുകളുടെ, അത് ചേട്ടന്മാരുമുണ്ട്, ചേച്ചിമാരുമുണ്ട്, കുട്ടികളുണ്ട്, തീരെ ചെറിയ കുട്ടികളുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ സമൂഹത്തിന്റെ ഏതാണ്ട് ഈ ചുറ്റുപാടുമുള്ള എല്ലാ ആളുകളുടെയും സാന്നിധ്യം ഇവിടെ കാണുന്നു എന്നത് നോക്കുക. എത്രമാത്രം സ്നേഹം ഈ പ്രിയപ്പെട്ട 2 ടീച്ചർമാരോടും അല്ലെ, ആനീസ് ടീച്ചറിനോടും അതുപോലെ വത്സമ്മ ടീച്ചറിനോടും ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ എത്രമാത്രം സ്നേഹത്തോടെയാണ് ഇവരെ കണ്ടിരുന്നത് എന്ന് ഇത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്.